ഇതെന്താ കേക്കൊക്കെ ആയിട്ടെന്നല്ലേ? യെസ് ഗൈസ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. സെലിബ്രേഷൻസും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചാണ്. പക്ഷേങ്കിൽ എൻ്റെ ഫ്രണ്ട് വന്നിരുന്നു, അവൾ കൊണ്ടുവന്ന കേക്ക് കേട്ടോ. നല്ല ക്യൂട്ട് കേക്ക്, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാണ്. സംസാരിച്ചിരുന്ന് അവൾ വന്നു പോയത് അറിഞ്ഞില്ല, കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സെലിബ്രേഷൻസൊക്കെ ഭയങ്കര താല്പര്യമാണ്, പക്ഷേ ഡയറ്റ് ആയതുകൊണ്ട് മാത്രമാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത്. പക്ഷേങ്കിൽ ആ കാലറിയും വയറ്റിലായിട്ടോ. കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞു, നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ബർത്ത്ഡേ ആയിട്ട് ഫോട്ടോസിനൊന്നും കുറവ് വരുത്തണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടാണ് പപ്പൻ്റെ സർപ്രൈസ് ഉണ്ടായിരുന്നു. ആഘോഷമൊന്നും വേണ്ടെന്നെങ്കിലും പപ്പ അടിപൊളിയായിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ സർപ്രൈസസും ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. സർപ്രൈസ് കണ്ടാൽ തന്നെ ഞാൻ സർപ്രൈസ് ആവുന്നൊരു ഐറ്റാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഒരു ഷൂ വാങ്ങണമെന്ന് വിചാരിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും വലിയ സർപ്രൈസാണ് ഇത്. ഷൂസും മുമ്പിൽ വാങ്ങി തരും എന്നുള്ളൊരു വിചാരം എനിക്ക് ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ സംഗതി ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് എനിക്ക് ഇത്ര എക്സൈറ്റ്മെൻറ്റ്. ഒരു 3-4 കൊല്ലമായി ഞാനത് ആഗ്രഹിക്കണേ. എൻ്റെ കയ്യിൽ ഒരു പെൻഡ്രൈവിൻ്റെ ബോക്സ് തന്നെ ഉണ്ട്. ആ ബോക്സ് മാറ്റി ഒറ്റ ഒരു ഐറ്റം ആക്കണം എന്നുള്ള ആഗ്രഹം തുടങ്ങിയിട്ട് കുറേ കാലമായിരുന്നു, ഒരു 1 TB കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഇത് ഇത്ര ലൈറ്റ് വെയിറ്റ് ആണ്, ഇത്ര ചെറുതാണ് എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ സൈസൊക്കെ വിചാരിച്ചു. പക്ഷേ എങ്കിൽ ഇത് കിട്ടിയാൽ ഭയങ്കര സന്തോഷമായി. അല്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അവൾ യാത്രയാക്കാൻ പോയപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഈത്തപ്പഴമരം കൂടി ഒന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ. ഒക്കെ നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. അവൾ ഫസ്റ്റ് ടൈമാണ് അത്ര തൊട്ടടുത്തുനിന്ന് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്രെഡിറ്റിങ് എനിക്കും കിട്ടി. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, വീണ്ടും കാണാം.